വ്ളാഡിമിർ പുടിൻ വന്നിറങ്ങുന്നു, മോദിയോടൊപ്പം കാറിൽ വന്നിറങ്ങുന്നു, മോദിയും പുടിനും കയ്യിൽ പിടിച്ച് നടക്കുന്നു, ഷീ ജിൻപിങ് വന്നവരെ സ്വീകരിക്കുന്നു. ഇതെല്ലാം നോക്കി കുന്തം വിഴുങ്ങിയതുപോലെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നിൽക്കുക. ഷഹബാസ് ഷെറീഫ് അവിടെ അന്തം വിട്ട് വാടി പോലെ നിൽക്കുകയാണ്. ഈ ഒരു ഒപ്റ്റിക്സ് ആവശ്യമായിരുന്നു, ഇന്ത്യക്ക് ആവശ്യമായിരുന്നു, ചൈനയ്ക്ക് ആവശ്യമായിരുന്നു, റഷ്യക്ക് ആവശ്യമായിരുന്നു. കാര്യം കഴിഞ്ഞേ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഏതാ ഒപ്റ്റിക്സ് എന്നുള്ള നിലയിൽ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി, ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ ഒരു മെസ്സേജ് കൊടുത്തു, വേണ്ടി വന്നാൽ ബ്രിക്സായി, ബ്രിക്സ് കറൻസിയായി, SCO ആയി നിങ്ങളുടെ കാര്യം കട്ടപ്പുകയായി. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ഇല്ല എന്ന്, ഇന്ത്യക്ക് ഓപ്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ വിവരമുള്ള അമേരിക്കക്കാരോട് ചോദിച്ചു നോക്കൂ. ട്രംപിൻ്റെ ഉപദേശക സമിതിയിലുള്ളവരെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരല്ല. പീറ്റർ നവാരോ പോലെയുള്ള ആൾക്കാരാണ് ഉപദേശക സമിതിയിൽ. അതിന് പുറത്തും മിടുക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിയാട്ടെ മിസ്റ്റർ ട്രംപ്. ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോഴാണ് കൃത്യമായ സ്ഥിതിവിവരക്കണക്കുകൾ, വളർച്ചാ നിരക്ക് പരിശോധിക്കുമ്പോൾ അടുത്ത ഒരു 1/4 നൂറ്റാണ്ടിനുള്ളിൽ ഇന്ത്യ ക്യാൻ ഐഡിയലി ഓവർടേക്ക് അമേരിക്ക ഇൻ ദി നെറ്റ് വർത്ത്. അസ്യൂമിങ് that India grows consistently over 6% per annum and America grows only 2 to 3% per annum. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ ഡോളർ ടേംസിൽ, ഡോളറിൻ്റെ പ്രാമുഖ്യമുള്ളിടത്തോളം കാലം ഡോളർ ടേംസിൽ GDP കണക്ക് കൂട്ടുമ്പോൾ അമേരിക്ക മുന്നിലാണെന്ന് തോന്നൽ ജനിക്കാം. ഒരു ന്യൂട്രൽ ടേംസിൽ കണക്ക് കൂട്ടുമ്പോൾ നെറ്റ് വർത്തിൽ ഇന്ത്യയും ചൈനയും വിൽ ബി ഫാർ അഹെഡ് ഓഫ് അമേരിക്ക ഇൻ എ ക്വാർട്ടർ സെഞ്ചുറി ടൈം. അത് വലിയൊരു കാലഘട്ടമാണെന്ന് തോന്നാം. Then there are options before America. If you can't defeat a future enemy, try to cajole him, comfort him, take him along. This is wisdom. ഇത് ജന്മനാ ട്രംപിനുള്ളൊരു കാര്യമല്ല. എങ്കിൽ പിന്നെ സ്വല്പം വിസ്ഡം ഒന്ന് പകർന്നു കൊടുക്കുക. ഈ പകർന്ന് കിട്ടുമ്പോഴൊക്കെ ട്രംപ് ട്രൂത്ത് സോഷ്യൽ എടുക്കും, എഴുതും. അങ്ങനെ എഴുതിയതാണ് ഇത്. ഉൾവിളി തോന്നി എഴുതിയതല്ല, മറിച്ച് എന്തോ ഒരു ഉപദേശത്തിൻ്റെ മേൽ എഴുതിയതാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി ഇന്ത്യക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് സമാന്തരമായി ഇന്ത്യ റഷ്യയുമായി എണ്ണ കച്ചവടം നടത്തും.